മലയാള സിനിമയിൽ ഒരു ഉഷിരൻ താരമത്സരം നേർക്കുനേർ നടന്നിട്ട് ഏറെക്കാലമാകുന്നു. എന്നാൽ ഈ പെരുന്നാൾ അങ്ങനെ ഒരു മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. മോഹൻലാലിൻ്റെ പുലിമുരുകനും മമ്മൂട്ടിയുടെ കസബയും റംസാൻ ചിത്രങ്ങളായി ജൂലൈ 7-ന് തിയേറ്ററുകളിലെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി. ഈ രണ്ട് ചിത്രങ്ങളും മാസ് സിനിമകളാണ് എന്നത് ജനപ്രീതി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ചെലവേറിയ മലയാള ചിത്രമാണ് പുലിമുരുകൻ. ഉദയകൃഷ്ണ രചന നിർവഹിക്കുന്ന ഈ ചിത്രം ഒരുക്കുന്നത് സംവിധായകൻ വൈശാഖാണ്. വിയറ്റ്നാമിൽ ചിത്രത്തിൻ്റെ ധാരാളം ഭാഗങ്ങൾ ചിത്രീകരിച്ചിരുന്നു. പീറ്റർ ഹെയ്നാണ് ചിത്രത്തിൻ്റെ സംഘടന സംവിധായകൻ. ചിത്രത്തിൻ്റെ കഥാപശ്ചാത്തലം ഇപ്പോഴും അണിയറ പ്രവർത്തകർ രഹസ്യമായി വച്ചിരിക്കുകയാണ്. കമാലിനി മുഖർജിയാണ് ചിത്രത്തിലെ നായിക. ജഗപതി ബാബുവാണ് ചിത്രത്തിൽ വില്ലനായി എത്തുന്നത്. മോഹൻലാലും പുലിയും തമ്മിലുള്ള സംഘടന രംഗങ്ങൾ ചിത്രത്തിൻ്റെ ഹൈലൈറ്റാണ്. മമ്മൂട്ടി വീണ്ടും കാക്കി അണിയുന്ന ചിത്രമാണ് കസബ. രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതാണ് കസബയുടെ പ്രധാന ആകർഷണം. എസ് ഐ രാജൻ സക്കറിയ എന്ന കഥാപാത്രത്തിലാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തുന്നത്. പെരുന്നാളിന് മമ്മൂട്ടിയും മോഹൻലാലും നേർക്കുനേർ വരുമ്പോൾ ഇരുവരുടെയും ചിത്രങ്ങൾ ആക്ഷൻ സിനിമകളാണ് എന്നതും പ്രത്യേകതയാണ്. വിജയ് ഫാൻസ് ആഗ്രഹിക്കുന്ന രസക്കൂട്ടുകളുടെ ഒരു ചെറിയ മിശ്രണം ഇത് കൃത്യമായി ഇതിൽ പാലിച്ചിട്ടുണ്ട്. അറ്റ്ലിയുടെ രണ്ടാമത്തെ പടമാണ് തെരി. ഒരു മലയാളം കലർന്ന തമിഴ് ആക്ഷൻ ചിത്രമാണിത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫിലിം ലീല. കഥാകൃത്തായ ഉണ്ണിയാർ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഏതാണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ